നിന്നോടൻ പ്രണയം ഭാഗം 1. അച്ഛാ, അച്ഛൻ എന്റെ ആഗ്രഹം സാധിച്ചു തന്നേ പറ്റൂ. എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് അരുണിനോടൊപ്പം മാത്രമേ ഉണ്ടാവൂ. അവള് ശ്രീനിവാസനോട് അലറി പറഞ്ഞുകൊണ്ട് ടേബിളിലിരിക്കുന്ന ഫ്ലവേഴ്സ് എടുത്ത് ടി വിയിലേക്ക് ദേഷ്യത്തോടെ എറിഞ്ഞുകൊണ്ട് അവളുടെ റൂമിലേക്ക് കയറി ഡോറ് വലിച്ചടച്ചു. ശ്രീനിവാസ് നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ റൂമിന്റെ ഡോറിലേക്ക് നോക്കി നിന്നു. പതിയെ അയാൾ ചുമരിൽ തൂക്കിയിരിക്കുന്ന അയാളുടെ ഭാര്യയുടെ ഫോട്ടോയിലേക്ക് നോക്കി. ഗീതു, നമ്മുടെ മോൾ എന്താടോ ഇങ്ങനെ ഒരു വാശിക്കാരിയായി പോയേ? അയാൾ ആ ഫോട്ടോയിലേക്ക് നോക്കി സങ്കടത്തോടെ പറഞ്ഞു. എല്ലാരും പറയുന്നടോ ഞാൻ അവൾ ഇങ്ങനെ ആക്കിയതെന്ന്. ആയിരിക്കാ ചിലപ്പോ. അവളിന്റെ കയ്യിൽ പ്രസവിച്ചു തന്നിട്ട് താൻ അങ്ങോട്ട് പോയതുകൊണ്ടല്ലേടോ. അയാൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് സെറ്റിയിലേക്ക് ചാഞ്ഞിരുന്നു. ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് പോയതും അയാൾ കണ്ണു തുടച്ച് റൂമിലേക്ക് നടന്നു. ഇത് ശ്രീനിവാസ്, ആളൊരു ബിസിനസ്മാൻ ആണ്. ഗീതവും ശ്രീനിവാസും ഒരുമിച്ച് കോളേജിൽ പഠിച്ചവരാണ്. എപ്പോഴും അവർക്കിടയിൽ സൗഹൃദം പ്രണയമായി വളർന്നു. പഠിത്തമെല്ലാം കഴിഞ്ഞ് ശ്രീനിവാസ് അദ്ദേഹത്തിന്റെ അച്ഛൻ അശോകന്റെ കമ്പനിയിൽ ജോലിക്ക് കയറിയ ശേഷമാണ് അയാൾ വീട്ടിലുള്ളവരോട് ഗീതുവുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഒട്ടും സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഗീതുവിന്റെ കുടുംബവുമായി ഒരു ബന്ധത്തിന് അശോകന് സമ്മതമല്ലായിരുന്നു. അയാൾ ആ വിവാഹത്തെ എതിർക്കുക മാത്രമല്ല, ശ്രീനിവാസിന്റെ വിവാഹം അയാളുടെ ബിസിനസ് പാർട്ട്ണറുടെ മകളുമായിട്ട് ഉറപ്പിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ് ശ്രീനിവാസ് അശോകനോട് വഴക്കിട്ടു. ഗീതുവിനെ മാത്രമേ അയാളെ വിവാഹം കഴിക്കൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അച്ഛനെ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് അശോകൻ ദേഷ്യത്തോടെ പറയുമ്പോഴും തന്റെ മകൻ എങ്ങോട്ടും പോവില്ലാന്നൊരു വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. പക്ഷെ അയാളുടെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് ശ്രീനിവാസ് അയാളുടെ റൂമിൽ കയറി അയാളുടെ സർട്ടിഫിക്കറ്റ്സ് മാത്രം കയ്യിലെടുത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അശോകന്റെ ഭാര്യ മേനക അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും പുകഞ്ഞുകൊള്ളി പുറത്തെന്നതായിരുന്നു അശോകന്റെ നയം. ശ്രീനിവാസ് നേരെ പോയത് ഗീതുവിന്റെ വീട്ടിലേക്കാണ്. അവളെ വിവാഹം കഴിച്ചു തരാൻ അയാൾ അവളുടെ അച്ഛനോട് ആവശ്യപ്പെട്ടു. പക്ഷെ അയാളുടെ മറുപടി ശ്രീനിവാസിൽ ദേഷ്യം കൂട്ടുകയാണ് ചെയ്തത്. അശോകൻ മുതലാളിയുടെ സ്വത്തുക്കൾ കണ്ടതുകൊണ്ടാണ് അയാളെ വിവാഹത്തിന് സമ്മതം മൂളിയതെന്നും ഇപ്പോൾ നയാ പൈസയ്ക്ക് ഗതിയില്ലാത്ത ശ്രീനിവാസിനെ തന്റെ മകൾക്ക് വേണ്ടാന്നും അയാൾ പുച്ഛത്തോടെ പറഞ്ഞു. പക്ഷെ ശ്രീനിവാസ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഗീതുവിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി. തടയാൻ ശ്രമിച്ചവരെ ഗീതു ഒരു നോട്ടം കൊണ്ട് വിലക്കി. അന്ന് തന്നെ കൂട്ടുകാരോട് പറഞ്ഞ് ഇരുവരും വിവാഹിതരായി. ശ്രീനിവാസിന്റെ ആത്മാർത്ഥ സുഹൃത്ത് സതീഷ് അവർക്ക് താമസിക്കാൻ ഒരു വാടക വീട് റെഡിയാക്കി കൊടുത്തു. കയ്യിൽ കുറച്ച് പണവും വെച്ചു കൊടുത്തു. അത് നിഷേധിക്കാൻ ശ്രീനിവാസിനും തോന്നിയില്ല. ജീവിതം കെട്ടിപ്പടുക്കണം, അതുമാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. അങ്ങനെ ശ്രീനിവാസും ഗീതു ഒരു പുതിയ ജീവിതം തുടങ്ങി. ഇതിനിടയിൽ കൂട്ടുകാരുടെ സഹായത്തോടെ ശ്രീനിവാസ് ചെറിയൊരു ബിസിനസ് തുടങ്ങി. അത് പെട്ടെന്ന് തന്നെ വിജയത്തിലെത്തുകയും അവരുടെ ജീവിതം മെച്ചപ്പെടുകയും ചെയ്തു. അശോകനും ഗീതുവിന്റെ വീട്ടുകാരും ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നെങ്കിലും അങ്ങനൊരു മക്കൾ തങ്ങൾക്കില്ലാന്ന ഭാവമായിരുന്നു ഇരുവർക്കും. ശ്രീനിവാസിന്റെ പരിശ്രമം കൊണ്ട് അവരുടെ ബിസിനസ് ശൃംഖല ഒരുപാട് വളർന്നു. അങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന അവർക്കിടയിലേക്ക് കൂടുതൽ സന്തോഷം നിറയ്ക്കാൻ ഗീതു ഗർഭിണിയാണെന്ന വാർത്ത കൂടി എത്തി. പ്രഗ്നൻസി കുറച്ച് കോംപ്ലിക്കേഷൻ ആണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നുവെങ്കിലും ഗീതു ശ്രീനിവാസിന്റെ വാക്കുകൾ പോലും കേൾക്കാതെ ആ പ്രഗ്നൻസിയുമായി മുന്നോട്ട് പോയി. അങ്ങനെ ഗീതു ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. പക്ഷെ പ്രസവത്തോടെ ഗീതു ഈ ലോകത്തോട് വിട പറഞ്ഞു. ശ്രീനിവാസ് ആകെ തകർന്നു പോയിരുന്നു ആ വാർത്തയിൽ. പക്ഷെ ഇനിയുള്ള കാലം തന്റെ മകൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. ചന്ദന ശ്രീനിവാസ്, അതാണ് ശ്രീനിവാസിന്റെ മകളുടെ പേര്. ശ്രീനിവാസിനെ സ്നേഹിക്കാൻ അവളും അവൾക്ക് സ്നേഹിക്കാൻ അയാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അയാളുടെ ബിസിനസ് തിരക്ക് മൂലം മോളെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് പേടിച്ച് അദ്ദേഹം അവൾ കുറച്ച് വളർന്നപ്പോൾ അവളെ ഊട്ടിയിലെ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. ചിലപ്പോൾ മാത്രം വെക്കേഷൻ സമയത്ത് പോയി കൂട്ടിക്കൊണ്ടുവരും. ആദ്യമൊക്കെ അവൾക്ക് അയാളെ കാണുമ്പോൾ നല്ല സന്തോഷമായിരുന്നു. പക്ഷെ പോകെ പോകെ അവൾ അയാളോടുള്ള സംസാരം കുറച്ചു. കോളേജ് കാലമായപ്പോൾ അയാൾ മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അയാളോടൊരു വിവാഹം കഴിക്കാൻ ചന്ദന പലതവണ പറഞ്ഞതാണ്. പക്ഷെ അയാൾക്ക് ഗീതുവിന്റെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ കഴിയില്ല എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞതോടെ അവൾ ആ ശ്രമം പാടെ ഉപേക്ഷിച്ചു. കോളേജിൽ പോവാൻ തുടങ്ങിയതോടെ അവളുടെ ഒതുങ്ങിയ സ്വഭാവ രീതി ആകെ മാറി. എന്ത് കാര്യങ്ങളും വാശികൊണ്ട് നേടിയെടുത്തിരിക്കും ചന്ദന. മോഡേൺ ഡ്രസ്സ് ധരിക്കാനാണ് അവൾക്കിഷ്ടം. അതും തുടവരെയുള്ള ഷോർട്ട്സൊക്കെയാണ് അവൾ അധികവും യൂസ് ചെയ്യാറുള്ളത്. മുഖത്ത് ഓവർ മേക്കപ്പ് അണിഞ്ഞുകൊണ്ട് പാർട്ടിയും പബ്ബും മാത്രമായി കഴിഞ്ഞുപോയ നാളുകൾ. അതിനിടയ്ക്കാണ് അവളുടെ ജീവിതത്തിലേക്ക് അരുൺ കടന്നു വരുന്നത്. അവളുടെ ബർത്ത്ഡേക്ക് ശ്രീനിവാസ് അവൾക്ക് ഗിഫ്റ്റ് ചെയ്ത ആഡംബര കാർ ഓടിക്കാൻ അയാൾ തന്നെയാണ് ഒരു ഡ്രൈവറെ ഏർപ്പാടാക്കിയത്. ഡ്രൈവറെ വേണ്ടാന്ന് പറഞ്ഞ് ചന്ദന ഒരുപാട് വഴക്കിട്ടെങ്കിലും അവൾക്ക് ചെറുതായി മദ്യപാന ശീലവും കൂടി ഉള്ളതുകൊണ്ട് ആദ്യമായി അയാൾ അവളുടെ വാക്ക് കേട്ടില്ല. അന്ന് അവൾ ആ വീട്ടിലെ സാധനങ്ങൾ മുഴുവൻ തല്ലിപ്പൊട്ടിച്ചു. പക്ഷെ എന്നിട്ടും അയാൾക്കൊരു കുലുക്കോ ഇല്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ അവൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഡ്രൈവറുടെ ഡ്രസ്സിട്ട് അവിടെ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അരുൺ കൃഷ്ണ. അല്പം മങ്ങിയ നിറമാണ് അവന്. അത്യാവശ്യം ഉയരവും അതിനനുസരിച്ച് ചെറുതായി തടിച്ച ശരീരവും മെയിൻറ്റെയിൻ ചെയ്ത ബോഡിയൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരൻ. അവളെ കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. പക്ഷെ അവൾ അവനെ നോക്കി പുച്ഛത്തോടെ ചുണ്ടുകൊട്ടി കാറിനകത്തേക്ക് കയറി.
അവനും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് അവളെ തിരിഞ്ഞു നോക്കി. അവൾ തുടവരെ ഇറക്കമുള്ള ഒരു സ്ലീവ്ലെസ് ടോപ്പാണ് ധരിച്ചിരിക്കുന്നത്. കാലിനു മുകളിൽ കാൽ കയറ്റി വെച്ച് അവൾ അവനെ പുച്ഛത്തോടെ നോക്കി. എന്താടോ? അവൾ ചോദിച്ചു. എങ്ങോട്ടാ മാഡം പോവേണ്ടേ? അവൻ മൃദുവായ സ്വരത്തിൽ ചോദിച്ചു. മാളിലേക്ക് പോവാദ്യം, എനിക്ക് അല്പം ഷോപ്പിംഗ് ഉണ്ട്, അവൾ ഗൗരവത്തോടെ പറഞ്ഞു. അവൻ തലകുലുക്കിക്കൊണ്ട് കാറ് മുന്നോട്ടെടുത്തു. മാളിൽ നിന്നും വാങ്ങിക്കൂട്ടിയ സാധനങ്ങളെല്ലാം അവൾ അവനെക്കൊണ്ട് തന്നെ കൊണ്ടുപോയി കാറിൽ വെപ്പിച്ചു. അവളും ഫ്രണ്ട്സും റെസ്റ്റോറന്റിൽ കയറിയപ്പോഴും അവൾ അവനെ വിളിച്ചില്ല. അവരെല്ലാം ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവളുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോവാൻ 2-3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവൾ കണ്ണുകൾ കൊണ്ട് ചുറ്റും അരുണിനെ തിരഞ്ഞു. അപ്പോഴാണ് തൊട്ടടുത്ത ചെറിയ കടയിൽ നിന്നും കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന അരുണിനെ അവൾ കണ്ടത്. അവൾക്ക് അറപ്പ് തോന്നി. ഇവൻ എന്തീ ലോക്കൽ കടയിൽ പോയി ഇരിക്കുന്നേ? അവൾ പതിയെ ചോദിച്ചു. അവൾ നോക്കുന്നത് കണ്ട് അവളുടെ ഫ്രണ്ട്സിന്റെ നോട്ടവും അവനിലേക്ക് പോയി. വാവ്, ഹാൻസം, ഒരു പെൺകുട്ടി അവനെ നോക്കി പറഞ്ഞു. എന്റെ ഡ്രൈവറാ, അവൾ ചുണ്ടുകോട്ടി പറഞ്ഞു. ആണോ? എന്നാലും കുഴപ്പമില്ല, ആളൊരു ചുള്ളനാ, ആ പെൺകുട്ടി ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും അരുൺ കഞ്ഞി കുടിച്ച് അവരുടെ അടുത്തേക്ക് വന്നു. സോറി മേഡം, ഞാൻ ഭക്ഷണം കഴിക്കാൻ, അവൻ പറഞ്ഞു. താനെന്തിനാ ലോക്കൽ കടയിലൊക്കെ കയറുന്നേ? ഇനി മേലാൽ അവിടെ കയറരുത്. എന്റെ ഡ്രൈവറാ നീ, അപ്പോ അതിൻ്റെതായ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം, അവൾ ഗൗരവത്തോടെ പറഞ്ഞു. അരുൺ അവളുടെ സംസാരം കേട്ട് നല്ല ദേഷ്യം തോന്നിയെങ്കിലും അവൻ ഒന്നും മിണ്ടാതെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. അഹങ്കാരി, അവന്റെ ചുണ്ടുകൾ മുഴിഞ്ഞു. ദിവസങ്ങളും മാസങ്ങളും വീണ്ടും കടന്നു പോകവേ ചന്ദന അവരുടെ കമ്പനിയിൽ സിഇഒ ആയി ജോയിൻ ചെയ്തു. കമ്പനി കാര്യങ്ങളിലെല്ലാം അവൾ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ ആളുകളോട് സ്നേഹത്തോടെ സംസാരിക്കാൻ അവൾക്കറിയില്ല. അരുണിനോടും അവൾ വളരെ മോശമായിട്ടാണ് സംസാരിക്കാറുള്ളത്. ഒരു ജോലിക്കാരന് നൽകുന്ന പരിഗണന പോലും അവൾ അവന് നൽകിയിരുന്നില്ല. അരുണിനും ചന്ദനയുടെ മനസ്സിൽ ദേഷ്യം തന്നെയായിരുന്നു. അവൻ അമ്മയും ഒരു അനിയത്തിയുമാണുള്ളത്. അച്ഛൻ 6 വർഷം മുന്നേ അറ്റാക്ക് വന്ന് മരിച്ചിരുന്നു. അതിനുശേഷം കുടുംബത്തിന്റെ ചുമതല മുഴുവൻ അരുണിനായിരുന്നു. ഒരു സാധാ ഒറ്റനില വാർപ്പ് വീടാണ് അവൻ്റേത്. അനിയത്തി ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അവന് പൊതുവെ നാടൻ രീതിയിൽ ജീവിക്കുന്ന കുട്ടികളെയാണ് ഇഷ്ടം. നാടൻ വേഷവും നറുപുഞ്ചിരിയും. പട്ടണത്തിലെ പരിഷ്കാരങ്ങളും വേഷങ്ങളും അവന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചന്ദനയുടെ പെരുമാറ്റം കണ്ട് ജോലിക്ക് കയറിയ ആദ്യ ദിവസം തന്നെ അവൻ അവളോട് വെറുപ്പ് തോന്നിയിരുന്നു. എല്ലാ സമയവും പബ്ബും ടൂറുമായി കഴിയുന്ന ചന്ദന, അവൾക്ക് ജീവിതം എന്താണെന്ന് അറിയില്ല എന്ന് അരുൺ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ചന്ദനയുടെ കാർ പബ്ബിനു മുന്നിൽ വന്നു നിന്നു. അവൻ അവളെ ആകെ മൊത്തമൊന്ന് നോക്കി. ഒരു സ്ലീവ്ലെസ് ഷോർട്ട് ടോപ്പും ഷോർട്സും ആണ് അവളുടെ വേഷം. ആ വേഷത്തിൽ അവളുടെ വയറും ചുഴിയും അതിന് സൈഡിലായി ടാറ്റു ചെയ്തിരിക്കുന്ന ഒരു റോസ് ഫ്ലവറും നല്ല വ്യക്തമായി തന്നെ കാണാമായിരുന്നു. അകത്ത് മദ്യപിച്ച ആളുകളുള്ളതാ. അവനാകെ വല്ലായ്മ തോന്നി. എങ്കിലും അവളോട് പറയാതിരിക്കാൻ അവന് തോന്നിയില്ല. മാഡം, ഒരു മിനിറ്റ്. അകത്തേക്ക് കയറാനൊരുങ്ങിയ ചന്ദനയെ അവൻ പുറകീന്ന് വിളിച്ചു. അവൾ എന്തായെന്ന പോലെ അവനെ നോക്കി. അത് മേഡം, ഈ ഡ്രസ്സിട്ട് അങ്ങോട്ട് പോവണോ? പലതരം ആളുകളുള്ളതാ. മേഡത്തിനോട് ഏതെങ്കിലും തരത്തിൽ മോശമായിട്ട് പെരുമാറിയാലോ? ഇന്നത്തെ കാല വേഷമൊന്നും ഒരു വിഷയമല്ല ചിലവന്മാർക്ക്. അപ്പോൾ പിന്നെ ഇതുപോലുള്ള വേഷം കൂടി ആയാ? അവൻ ചോദിച്ചു. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്, അവൾ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അവൻ അവൾ പോകുന്നത് നോക്കി പല്ലുകടിച്ചു നിന്നു. ശവം, എന്താ അവളുടെ അഹങ്കാരം? പൈസ ഉണ്ടെങ്കിൽ എല്ലാം എന്ന വിചാര, വരുന്നത് അനുഭവിക്കട്ടെ, അല്ലാതെന്താ? അവൻ ദേഷ്യത്തോടെ മുരണ്ടു. അല്പനേരം കഴിഞ്ഞപ്പോൾ പബ്ബിനകത്ത് എന്തോ ഒരു ബഹളം ഉണ്ടാവുന്നത് അറിഞ്ഞുകൊണ്ട് അരുൺ പെട്ടെന്ന് അകത്തേക്ക് ഓടിക്കേറി. ചന്ദനയുടെ നഗ്നമായ ഇടുപ്പിൽ കൈയമർത്തി വെച്ചിരിക്കുന്ന ഒരാൾ. അവൾ അവനെ അടിച്ചിട്ടുണ്ടെന്ന് അവന്റെ മുഖം കണ്ടാൽ അറിയാം. അരുൺ അതിലൊന്നും ഇടപെടാതെ മാറി നിന്നു. പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ടല്ലേ, അനുഭവിക്കട്ടെ കുരുപ്പ്. അവൻ ചുണ്ടുകൊട്ടിക്കൊണ്ട് അവരെ തന്നെ നോക്കി. പക്ഷേ അവൾ എതിർക്കുന്നതിനനുസരിച്ച് അയാൾ അവളുടെ ശരീരത്തിലേക്ക് കൂടുതൽ അമരുന്നത് അരുൺ പകപ്പോടെ നോക്കി. തുടരും. ഒരു കുഞ്ഞു കഥയാണ്, അധികം പാർട്ടൊന്നും ഉണ്ടാവില്ല. 2-3 പാർട്ട് കാണുമായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത പാർട്ടുമായിട്ട് ഉടനെ വരാൻ നോക്കാം.